കായംകുളം എം.എസ്.എം. കോളേജിൽ 2026 ഒന്നാം വർഷ ബിരുദ പ്രവേശനോത്സവം നടന്നു. പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം മാനേജർ പി.എ. ഹിലാൽ ബാബു നിർവഹിച്ചു. കായംകുളം എം.എസ്.എം. കോളേജിൽ 2026 ഒന്നാം വർഷ ബിരുദ പ്രവേശനോത്സവം ഫസ്റ്റ് ചാപ്റ്റർ എന്ന പേരിൽ വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന കോളേജ് തല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം മാനേജർ പി.എ. ഹിലാൽ ബാബു നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ മുഹമ്മദ് താഹ അധ്യക്ഷനായി. എം ജി സർവകലാശാല സ്കൂൾ ഓഫ് കെമിക്കൽ സയൻസസിന്റെ ഡയറക്ടർ ഡോക്ടർ എസ് അനസ് മുഖ്യപ്രഭാഷണം നടത്തി. ഹൗ വി ആർ കമ്മ്യൂണിക്കേറ്റിംഗ് ദ തിങ്, ഹൗ വി ആർ അണ്ടർസ്റ്റാൻഡിംഗ് ദ തിങ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്കിൽ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. നമ്മുടെ മുമ്പിലിരിക്കുന്ന ആളെ കൺവിൻസ് ചെയ്യാൻ പറ്റും. ആ സ്കില്ല് നമ്മൾ അക്വയർ ചെയ്യണം. ക്രിട്ടിക്കൽ തിങ്കിങ് ഏറ്റവും പ്രധാനം. പ്രത്യേകിച്ച് സയൻസ് വിദ്യാർത്ഥികളോട് ഞാൻ പറയാറുണ്ട്, സയൻസിന് മാത്രം ബാധകമല്ല. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ചിന്തിച്ചാലാണ് നമുക്ക് ഈ റെവല്യൂഷൻസ് സംഭവിക്കാൻ സാധിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഐസക് ന്യൂട്ടൻ്റെ കഥ അല്ലെങ്കിൽ കൺസെപ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയും, എന്താ സംഭവം, ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചു എന്നാണ് പറയുന്നത് അല്ലേ. 1700-കളിലോ 800-കളിലോ എന്ന് കണ്ടുപിടിച്ചത്. എന്തായിരുന്നു സംഭവം എന്ന് കഥ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, അദ്ദേഹം ആപ്പിളിൻ്റെ ചവിട്ടി ഇരുന്നപ്പോഴോ തെങ്ങിൻ്റെ താഴെ ഇരുന്നപ്പോഴോ തേങ്ങ വീണു. അപ്പോൾ അദ്ദേഹം തടകാതെ എന്താണിത് താഴത്തേക്ക് വീഴുന്നത്, മുകളിലേക്ക് പോകാത്ത എന്താണെന്ന് ആലോചിച്ചു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ലോകത്താദ്യമായിട്ട് ഒരു മനുഷ്യൻ്റെ തലയിൽ ഒരു ഫലവൃക്ഷം വീണത് ഐസക് ന്യൂട്ടൻ്റെ തലയിലാണെന്ന്? നമ്മുടെ എല്ലാ കാരണവന്മാരും ഈ പായംകുളത്തും ഈ പ്രദേശത്തൊക്കെ എത്ര പ്രാവശ്യം തേങ്ങ തലയിൽ വീണിട്ടുണ്ടാവുമെന്ന് അവരാരും ചിന്തിച്ചില്ല. ക്രിട്ടിക്കൽ തിങ്കിങ് ഇല്ല. തലയിൽ വീണപ്പോൾ തടകിയിട്ട് പോയി. ന്യൂട്ടൻ എന്തുകൊണ്ട് ചിന്തിച്ചു, എന്താ ഇത് താഴേക്ക് വരുന്നത് മുകളിലേക്ക് പോകാത്ത എന്താണെന്ന് ചിന്തിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, അവിടെ ഒരു നിഷേധാത്മകമായ ചിന്തയാണ് ക്രിട്ടിക്കൽ തിങ്കിങ്. വിദ്യാർത്ഥികളോട് ഞാൻ പ്രത്യേകം പറയുന്നു, ടീച്ചേഴ്സ് ഒന്ന് ചെവി പറ്റിക്കോ. ഇവിടുത്തെ ഓരോ ഒറ്റ ടീച്ചേഴ്സിന് നിങ്ങൾ വെറുതെ വിടരുത്. ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഒരാളൊരു 10 ചോദ്യം ചോദിക്കണം. എനിക്കൊരു 10 ചോദ്യം വരികയും ആ 10 ചോദ്യത്തിൽ 2 എണ്ണമെങ്കിലും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നമ്മളൊരു യഥാർത്ഥ അധ്യാപകനാകുന്നത്. അല്ലാതെ നീ എനിക്കറിയാൻ പാടില്ലാത്ത കാര്യം ചോദിക്കണം, അവിടെ ഇരിക്കടാ എന്ന് പറയല്ല വേണ്ടത്. അഭിമാനം കൊള്ളേണ്ടത് അങ്ങനെയാണ്. നമ്മൾ പഠിപ്പിച്ച വിദ്യാർത്ഥി ഒരു ക്രിട്ടിക്കൽ ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് ഉത്തരം പറയാത്ത അറിവുകേടല്ല, ആ ഉത്തരം പറയാത്ത രീതിയിലുള്ള ഒരു ചോദ്യം ചോദിക്കുകയും അത് നമ്മളും അവരും കൂടെ ഒന്നിച്ച് മനസ്സിലാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സങ്കല്പത്തിലേക്ക് പോകുമ്പോഴാണ് വിദ്യാഭ്യാസം ക്രിട്ടിക്കൽ തിങ്കിങ്ങിലൂടെ വരുന്നത്. വിദ്യാർത്ഥികളെ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ചോദ്യങ്ങൾ ചോദിക്കാതെ ഒന്നും നേടാൻ സാധിച്ചിട്ടില്ല. ക്ലാസ് റൂമിലെ ചോദ്യം മാത്രമല്ല, സമൂഹത്തിലും ചോദ്യം ചോദിക്കുന്നവരായിട്ട് നിങ്ങൾ മാറേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും കാര്യങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലാക്കപ്പെടണം. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ മനോജ് ടി.ആർ. 4 വർഷ ബിരുദ പ്രോഗ്രാമിനെ കുറിച്ച് വിശദീകരിച്ചു. ഇൻഡക്ഷൻ പ്രോഗ്രാം കൺവീനർ ഡോക്ടർ സ്വപ്ന കെ ചെറിയാൻ സ്വാഗതം പറഞ്ഞു. ഡോക്ടർ ആർ ഷീജ നന്ദിയും പറഞ്ഞു. ഡോക്ടർ എസ് ആമിന, ഡോക്ടർ സമീർ കെ എച്ച്, ഡോക്ടർ എസ് ഫാറൂഖ്, ഷബാന ഷാഫി എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. CDNet ന്യൂസ്, കായംകുളം.